ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കോബാറിൽ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബീച്ചിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ സജഷൻസ്, ഇതിൽ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ എങ്ങനത്തെ വീഡിയോസ് ചെയ്യണം, എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്നൊക്കെയുള്ള സംഭവങ്ങൾ നിങ്ങൾ കാണുന്നവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ഇനി കൂടുതലായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എൻകറേജ്മെൻറ്റ് കിട്ടുമല്ലോ. പ്ലീസ് ഡു ദാറ്റ്. അപ്പോൾ കോബാറിൽ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ബീച്ച് എന്ന് പറയുന്നത് സാൻഡി ബീച്ചാണ്. നമുക്ക് ഗൂഗിളിലൊക്കെ കറക്റ്റായിട്ട് എൻ്റെ ലൊക്കേഷൻ കിട്ടും. ഗൂഗിൾ മാപ്പിൽ നമ്മൾ അടിച്ചു വെക്കുകയാണെങ്കിൽ സാൻഡി ബീച്ച് എന്ന് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ലൊക്കേഷൻ കിട്ടും. അതുപോലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വീക്കെൻഡിലാണ്. വീക്കെൻഡിൽ ഭയങ്കര ക്രൗഡഡ്, ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ. പാർക്കിംഗ് തന്നെ കിട്ടാനായിട്ട് ഭയങ്കര താമസമാണ്. നമുക്ക് തന്നെ പാർക്കിംഗ് കിട്ടിയത് ഈ പാർക്കിംഗ് കഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ അപ്പുറമാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നെ ഇറക്കി വിട്ടിട്ട് ഇക്കാക്ക പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാണ് ചെയ്തിട്ടുണ്ടായത്. യൂഷ്വലി കോബാർ കോർണിഷിൽ ബീച്ചിൻ്റെ ഏരിയ വളരെ കുറവാണല്ലോ. ബട്ട് ഇവിടെ നമുക്കിങ്ങനെ ബീച്ചിൻ്റെ ഏരിയ ഉള്ളതുകൊണ്ട് നല്ല രസമാണ്. അപ്പോൾ നമ്മൾ മാറ്റും ചെയർസൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവിടെ ഇട്ടിട്ട് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. അതോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അടിപൊളിയാണല്ലോ. ഇങ്ങനെ ചെറിയ വെയിലുണ്ടെങ്കിലും നല്ലൊരു കോൾഡ് ക്ലൈമറ്റ് ആണല്ലോ. ഈ വെയിലൊക്കെ ചുമ്മാ കാണിക്കാനുള്ള വെയിലാണല്ലോ ഇപ്പോഴുള്ളൂ. വെക്കുന്ന അസുഖം പിടിക്കാനും ചാൻസ് ഉണ്ട് എന്നെപ്പോലെയുള്ളവർക്ക്. ശ്രദ്ധിച്ച് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് ഇങ്ങനെ ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ അടിപൊളിയാണ്. സൈഡിലായിട്ട് ഒരു കോഫിയുടെ ചെറിയ ഷോപ്പും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഫിക്ക് അവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. പിന്നെ ഇതാണ് ഫുൾ ഓൺ വ്യൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. മിക്കവരും എല്ലാവരും വന്നിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാനാണ് വരുന്നത്. ചെയറും മാറ്റും ഒക്കെ ആയിട്ട്, പിന്നെ പിള്ളേർക്കാണെങ്കിൽ കളിക്കാനുള്ള സംഭവങ്ങളും ഒക്കെ ആയിട്ടാണ് എല്ലാവരും വന്നേക്കുന്നത്. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള നല്ലൊരു ഫോട്ടോ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ആൽക്കോബാർന്നുള്ളത് എഴുതിയിട്ടൊക്കെ. അതൊക്കെ നല്ല രസമാണ്. കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ ഞാൻ കണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ സാൻഡി ബീച്ചിലേക്ക് എൻട്രൻസ് ആയിട്ടുള്ള ഫീസൊന്നുമില്ല, എൻട്രി ഫീ ഒന്നുമില്ല. അതൊരു നല്ല കാര്യമാണല്ലേ. പിന്നെ ഇതിൻ്റെ സാൻഡി ബീച്ചിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കോബാർ കോർണിഷിൻ്റെ എൻഡിങ്ങിലായിട്ടാണ് ഈ ഒരു സാൻഡി ബീച്ച് വരുന്നത്. പിന്നെ അതുപോലെ എക്സാക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിലും കിട്ടുന്നതാണ്. സോൾട്ട് അൽ ബഹർ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ കഫേ ഇപ്പോൾ തുടങ്ങിയേക്കണതിൻ്റെ തൊട്ട് ചേർന്നിട്ടാണ് ഈ ഒരു സാൻഡി ബീച്ച് വരുന്നത്. കുറേ നോക്കിയിട്ടോ ആളില്ലാത്ത ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടി ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് എടുക്കാൻ പറ്റിയത്. എല്ലായിടത്തും എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ കുറേ ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഞാനിങ്ങനെ ആരുമില്ലാത്തൊരു ക്ലിപ്പൊക്കെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയത്. പിന്നെ അവിടെ ജസ്റ്റ് ഒരു ഊഞ്ഞാൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ആടാനായിട്ട്. ഞാൻ എല്ലാവരും ഒരു ക്ലിപ്പ് എടുക്കാനായിട്ട് കുറേ നേരം നോക്കിയിരുന്നു, പക്ഷെ പറ്റിയില്ല, പിള്ളേർ മാറുന്നുണ്ടായില്ല. പിന്നെ അവിടെ പ്രത്യേക ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. BBQ അലൗഡ് അല്ല, ഡോഗ്സ് ഒന്നും അലൗഡ് അല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. വേറെ പ്ലേ ഏരിയയോ പിള്ളേർക്കായിട്ട് പ്ലേ ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഫുൾ ഓൺ ബീച്ച് ഏരിയ തന്നെയാണ്. പിന്നെ കുറേ പ്ലാന്റ്സും കുറേ ഫോട്ടോ പോയിൻറ്റ്സും, അത്ര തന്നെ ഒരു കോഫി ഷോപ്പും, അത്ര തന്നെ ഉള്ളൂ. നല്ലൊരു റിലാക്സ് ചെയ്ത് നമുക്കിരിക്കാൻ വേണ്ടി ബീച്ച് സാൻഡ് ഏരിയ ഉള്ള കുറച്ച് ഏരിയ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു ന്യൂലി ഓപ്പൺഡ് ബീച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. നമ്മൾ ജസ്റ്റ് ഒരു 1 hour അവിടെ നിന്നിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് സൺസെറ്റ് ആയപ്പോൾ തിരിച്ചു പോരാണ് ഉണ്ടായത്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ see you in next video. Till then, take care and bye bye.